ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും ദൈവം വലിയ കൃപകൾ ഓരോരുത്തർക്കും ചൊരിയുന്നതിനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. കർത്താവ് നിങ്ങളെ കരുതുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹായിക്കാൻ കർത്താവാണ് കൂടെയുള്ളത്. എല്ലാം തകർന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന്, എല്ലാം പരാജയപ്പെട്ടു, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് എല്ലാം തുടങ്ങുന്നവനാണ്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അവിടുത്തേക്കെല്ലാം സാധിക്കും. നമ്മുടെ പരാജയങ്ങളോ കുറവുകളോ ബലഹീനതകളോ ഒന്നും നമ്മെ അനുഗ്രഹിക്കുന്നതിന് ദൈവത്തിന് തടസ്സമല്ല. അതിനാൽ നീ വിശ്വസിക്കുക. നിനക്ക് കർത്താവ് മാത്രം മതി. നീ വിജയം വരിക്കും. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് നിന്നെ ഉയർത്താൻ സമയമായിരിക്കുന്നു. നീ ശാന്തമായി അവിടുന്ന് നിന്നെ ഏൽപ്പിച്ച ജോലിയിൽ ശുഷ്കാന്തിയോടെ വ്യാപരിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ തക്ക സമയത്ത് നിനക്കുണ്ടായിരിക്കും. ഇന്നത്തെ ദിവസം എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും സാധിക്കാതെ പോയ നടക്കാതെ പോയ സ്വപ്നങ്ങളെ എല്ലാം കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാം സാധിച്ചു തരുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. തീർച്ചയായും നിങ്ങൾ കണ്ണുനീർ പൊഴിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ് കൂടെയുണ്ടാകും. വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 46, 10-11 വാക്യങ്ങൾ. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്. ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഈ പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ, യാത്രകളെ, ആവശ്യങ്ങളെ എല്ലാം അങ്ങേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഇന്ന് അവിടുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഇന്നെല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ഞങ്ങൾ എല്ലാം തീർന്നു എന്ന്, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്ന് അനേകം തവണ നീ സകലതും തുടങ്ങി ഞങ്ങൾക്ക് വിജയം നൽകിയ കർത്താവാണ്. കർത്താവേ, ഞങ്ങൾക്ക് അസാധ്യം എന്ന് തോന്നിയ മേഖലയിൽ നീ ഇടപെട്ട് വൻ കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വീണ്ടും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആയിരിക്കുന്നത്. ഈ ഒരു അവസരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. എത്രമാത്രം നീ ഞങ്ങളെ കരുതുന്നവനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും അസാധ്യങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ ഉള്ളപ്പോൾ നീ എല്ലാം സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളുടെ കരം പിടിച്ച് പറയുന്നു, മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സഹായിക്കാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ അധൈര്യപ്പെടേണ്ട എന്ന് കർത്താവെ അങ്ങ് ഞങ്ങളോട് പലതവണ ഞങ്ങളുടെ ഹൃദയത്തിൽ മന്ത്രിച്ചത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും ഓർക്കുന്നു. അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നിടത്ത് വെച്ച് നീ സകലതും പുനരാരംഭിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാൽ ഇന്നത്തെ ദിവസം
ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപ കണ്ടെത്തുവാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കൃത്യസമയത്ത് ഉത്തരവാദിത്ത ബോധത്തോടെ ശുഷ്കാന്തിയോടെ ചെയ്തു തീർക്കാനും ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാനും നിന്റെ ജ്ഞാനം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൻ്റെ മേൽ നീ ആധിപത്യമെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ നേരെ അപവാദങ്ങളും അപഹാസ്യങ്ങളും ഒഴുക്കുന്ന വ്യക്തികളിൽ നിന്ന്, ജനതകളിൽ നിന്ന് ഞങ്ങളെ നീ നിന്റെ സൽപ്പേരുകൊണ്ട് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ വീണ്ടും നീ നൽകി ഞങ്ങളെ വീണ്ടും നിന്നോട് ഒന്നിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്ത് കർത്താവെ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ നിന്നോട് ആവശ്യം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരെ എല്ലാം നീ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ഈ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ ഇന്ന് നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യ നേരത്ത് അവർ ഒറ്റയ്ക്കല്ല, നീ കൂടെയുണ്ട് എന്ന ബോധ്യം നൽകി നിന്നിലേക്ക് ആശ്രയിക്കുവാൻ, നിന്നെ വിളിച്ച് പറയുവാൻ, നിന്നെ വിളിച്ച് സംസാരിക്കുവാൻ, നിന്നെ വിളിച്ച് ഹൃദയം തുറക്കുവാൻ എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ നീ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ, ഓർമ്മിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവർക്കും ശാശ്വതമായ അനുഗ്രഹം നൽകി, സൗഖ്യം നൽകി, വിടുതൽ നൽകി, രക്ഷ നൽകി നീ അവരെ എന്നും നിന്റെ ഹൃദയത്തോട് ചേർത്തുകൊള്ളണമേ. ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നീ രക്ഷിക്കണമേ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ അത്ഭുതങ്ങളെ ദർശിക്കുവാൻ കൃപ തരണമേ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും വീണ്ടും വീണ്ടും ഞാൻ കർത്താവേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. തടസ്സങ്ങൾ നേരിടുന്ന മേഖലയിൽ ആ തടസ്സങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് കൃപയ്ക്കായി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരാജയങ്ങൾ ഞങ്ങളുടെ ഉയർച്ചയ്ക്കായി മാറ്റിത്തീർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങളിൽ ദൈവത്തെ കണ്ടെത്താനുള്ള അവസരമായി കാണാൻ കൃപ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ പ്രതിസന്ധികളിൽ ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തെ അനുഭവിക്കുവാനും ആ ദൈവത്തിൻ്റെ സ്നേഹം നുകരുവാനും നൽകിയ അവസരങ്ങളെ വേണ്ടം വിധം ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നീ കൈക്കൊണ്ട് ഇന്നൊരു വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. കർത്താവിൻ്റെ സഹായം ഞങ്ങൾ നേരിൽ ആസ്വദിക്കുന്നതിനും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിനുമായ ഒരു പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ഇന്ന് ഈ ദിവസത്തെ നീ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, വലിയ മഴയിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്നും, തിന്മയുടെ വാക്കുകളിൽ നിന്നും, നോട്ടത്തിൽ നിന്നും, പ്രവർത്തനത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു ഇന്നും എന്നേക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൈവാനുഗ്രഹങ്ങളാലും സൗഖ്യത്താലും വിടുതലാലും നമ്മെ നിറയ്ക്കട്ടെ. അവിടുന്ന് നമ്മെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് സഹായിക്കട്ടെ, വിജയം നൽകി കാത്തുകൊള്ളട്ടെ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ കാത്തുകൊള്ളട്ടെ. യാത്രകളിൽ കൂടെയിരുന്ന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.